എന്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എത്ര വർഷമുണ്ട് ഞങ്ങൾ കൊണ്ട് കിടക്കുമെന്നറിയാമോ? ഞാനാ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ജീവന് വേണ്ടിയാണ്. നമ്മുടെ കരുനാഗപ്പള്ളി ആലുംകടവിലാണ്. മാക്സിമം ഈ വീഡിയോ സ്ക്രോൾ ചെയ്യാതെ ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ ഓരോ ഷെയറിനും ഒരു ജീവന്റെ വിലയുണ്ട്. വെറും 38 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകളുടെയും ഭാര്യയും അമ്മയും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നാട്ടുകാരൊക്കെ അജി എന്ന് വിളിക്കുന്ന ഇദ്ദേഹം. നമ്മളുടെയൊക്കെ കുടുംബത്തിലേതുപോലെ സന്തോഷിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണിത്. എനിക്ക് തോന്നുന്നു 13 വർഷക്കാലം സൗദിയിലായിരുന്നു അല്ലേ? അതെ. അപ്പൊ അതിനുശേഷം പെട്ടെന്നാണോ ഈ വൃക്കരോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്? 3 വർഷമായിട്ട് ചികിത്സയിലാണ്. ഇപ്പൊ MMT ഭരണിക്കാവിലാണ് കാണിക്കുന്നത്. എത്ര രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞു? നമുക്കിപ്പോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 30 ലക്ഷത്തോളം രൂപ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനായിട്ടുള്ള വരുമാനം നമ്മുടെ കയ്യിലില്ല. ഞാനൊരു ജോലി സൂപ്പർ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്രയും വലിയ ഈ 30 ലക്ഷം എന്ന് പറയുമ്പോൾ ഭീമമായ ഒരു തുകയാണ്. ഈ കുടുംബത്തിന് ഒരു കാരണവശാലും താങ്ങാൻ പറ്റാത്ത അത്ര വലിയൊരു തുക തന്നെയാണ്. ഇപ്പോൾ സത്യത്തിൽ ചികിത്സയോടെ തന്നെ അവർക്ക് ഈ ഒരു ഉപജീവന മാർഗം കൊണ്ടുപോകാൻ പോലും അവർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. മാക്സിമം 1 രൂപയെങ്കിൽ 1 രൂപ, ആ 1 രൂപ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയേക്കാം. അജിയേട്ടനെ വൃക്ക പകർന്നു നൽകാൻ ചേച്ചി തയ്യാറാണ് അല്ലേ? അപ്പോൾ ചേച്ചി തയ്യാറാണ്, പക്ഷേ ഫണ്ടില്ല. നമുക്ക് അതിനു വേണ്ടിയുള്ള സാമ്പത്തികത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാ മനസ്സോടും കൂടി കൊടുക്കാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ ഈ ചേച്ചിയുടെ ഈ ഒരു വലിയ മനസ്സുകൊണ്ടും നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടും നമുക്ക് അജിയേട്ടനെ തിരിച്ചു കൊണ്ടുവരാം. എല്ലാവരും എന്റെ അച്ഛനെ സഹായിക്കണം. ഞാന് പൊക്കിയെടുത്തത് ആൾക്കാർ എന്നെ വിളിച്ചപ്പോ ഓടി വന്ന് പൊക്കിയെടുത്ത്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു സാഹചര്യം ഒന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. സഹായിക്കണം, എല്ലാവരും സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പലപ്പോഴും സങ്കടകരമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് പറയുന്ന എന്നെ സംബന്ധിച്ച് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടും വേദനയുമാണ്. പക്ഷേ നിരന്തരമായി ആളുകൾ രോഗികളായി മാറുകയും ആ രോഗത്തിന് മുമ്പിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഒരു കുടുംബം പകച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടാതെ മറ്റു മാർഗമില്ല. ഇത്തവണ ഏറ്റവും കൂടുതൽ ദുഃഖകരമായ ഒരു വാർത്ത ആലപ്പാട് ആലുംകടവ് സ്വദേശിയായ വിശാൽ ഭവനത്തിൽ വിശാൽ എന്ന് വിളിക്കുന്ന അജി, ചെറുപ്പക്കാരനാണ്. ഏതാണ്ട് 35 വയസ്സ് പ്രായമാണ്. 2 കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്. മറ്റൊരു മാർഗവും ഇല്ല. വിശാൽ ഇപ്പോ ആഴ്ചയിൽ 2-3 ഡയാലിസിസിന് വിധേയനായി പരുമല സെന്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ വൃക്ക മാറ്റിവെക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു കമ്മിറ്റി കൂടി ഞാനും ആ കമ്മിറ്റിക്ക് പോയി. ഞാനുൾപ്പെടെ ഞാനൊരു 5000 രൂപ സഹായിക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ കൗൺസിലർ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ നിങ്ങളോട് പറയുക മാത്രമല്ല, നമ്മുടെ തുച്ഛമായ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ കൂടി എല്ലാവരും അവരെ കൊണ്ടുവെക്കാവുന്ന 5000-ഉം 10,000-ഉം ഒക്കെ പറഞ്ഞു. നിങ്ങൾ അതിൽ കൂടുതലോ അതിൽ കുറവോ ഒരു സഹായം ചെയ്താൽ ആ കുടുംബത്തിന്റെ ഒരു ഗൃഹനാഥനാണ്, ചെറുപ്പക്കാരനാണ്. സമയത്ത് വൃക്ക മാറ്റിവെച്ചാൽ 10-20 വർഷത്തേക്ക് ഭയക്കാതെ ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പറ്റും. ഈ കണ്ടു പെട്ടെന്ന് മായ്ച്ചു കളയാതെ ഈ വാർത്ത നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്ന പൈസ അക്കൗണ്ടിലൊരു സുതാര്യമായ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നൽകണമെന്ന് വളരെ വിനയത്തോടു കൂടി താഴ്മയായി അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.